എല്ലാവർക്കും ദേവീസ് കറി വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു മാംഗ്ലൂർ സ്റ്റൈലിലുള്ള പൈനാപ്പിൾ മെണസ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കറി ഉണ്ടാക്കാനായി ഒരു പൈനാപ്പിളിൻ്റെ പകുതിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വെറും പച്ചയാവരുത് കേട്ടോ, കുറച്ച് പഴുത്ത പൈനാപ്പിളാണ്, പക്ഷെ കൂടുതൽ പഴുക്കരുത്. ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇനി നമുക്കിത് വേവിക്കാനായി വെക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പൈനാപ്പിളും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് വേവിക്കാനായി വെക്കാം. ഇത് ചട്ടിയിൽ വെക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൈനാപ്പിൾ എടുത്ത അതേ കപ്പിൽ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് 1/4 ടീസ്പൂൺ കൂടി ചേർത്ത് നമുക്കിത് വേവിക്കാനായി വെക്കാം. മൂടി വെച്ച് വേവിക്കാം. ഈ സമയത്ത് നമുക്കൊരു മസാലയ്ക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എള്ള് ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. ഇതുപോലെ പൊട്ടുന്ന പരുവാകുമ്പോൾ വേണം നമ്മൾ ഓഫ് ചെയ്യാൻ. അതേപോലെ 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഞാനിവിടെ വറുക്കാനായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വറുക്കാം. ഞാൻ സാധാ ഉണക്കമുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണം കാശ്മീരി മുളകാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം. ഇപ്പോൾ ഇത് വറുത്ത എള്ളിലേക്ക് തന്നെ നമ്മൾ ഇതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്രയും നമുക്ക് ആവശ്യമുള്ളൂ, തേങ്ങ കൂടരുത്. ഇനി ഒരു പീസ് പുളിയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. ശർക്കര ഇപ്പോൾ വേണം ചേർത്ത് കൊടുത്ത് നമുക്ക് അരക്കാൻ. ഇത് ഞാൻ ഇതിലേക്ക് കാണിക്കുന്നേ ഉള്ളൂ. ഞാനൊന്ന് ചീകി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. വെന്തോടെയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കുറച്ച് പഴുത്ത കൊണ്ട് തന്നെ പൈനാപ്പിളിന് ചെറിയൊരു മധുരമുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ആദ്യം ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ പൈനാപ്പിൾ ഒന്ന് വെന്തതിന് ശേഷം ചേർക്കാൻ നട്ടാണ് ഈ അരപ്പിൽ ചേർത്ത് കൊടുത്തത്. പിന്നെ ഈ അരച്ച മിക്സിയിലേക്ക് തന്നെ കുറച്ച് വെള്ളം ചേർത്ത് അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് വെന്ത് വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പ് കുറവാണ്, ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. മൺചട്ടിയിലാകുമ്പോൾ ഇത് നന്നായി ഒരു തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇതിലേക്ക് കടുക് കൂടി താളിച്ച് കൊടുക്കാം. കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും കൂടി താളിച്ച് ഞാൻ കറിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മെണസ് കറി ഇവിടെ റെഡിയായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നല്ലൊരു കറിയാണ് കേട്ടോ. ഇത് കർണാടക സ്റ്റൈലിലുള്ള ഒരു കറിയാണ്. ഉടുപ്പി ഭാഗത്തൊക്കെ ഈ ഉഴുന്നിന് പകരം കടലപ്പരിപ്പ് ചേർക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അതും ടേസ്റ്റിയാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് സാധാരണ ഉഴുന്ന് പരിപ്പ് ചേർത്തുണ്ടാക്കുമ്പോഴാണ്. പിന്നെ എള്ള് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കറുത്തുള്ളോ വെളുത്തുള്ളോ ഏതായാലും കുഴപ്പമില്ല. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് എൻ്റെ കറി ഇഷ്ടമായെന്ന് കരുതുന്നു. Thank you for watching.